സോ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ പേജ് നമ്പർ 266 illustration 25. Okay. AKS Limited has the following capital structure on October 31, 2023. Equity share capital 1 lakh share of 10 each, 10 lakhs. Reserve and surplus 10 lakhs. 12% preference share 5 lakhs. 9% debenture 50 lakhs. So total ഇത് നമ്മുടെ ബുക്ക് വാല്യൂ ആണ്. ഇത് നമ്മുടെ ബുക്ക് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. 40 lakhs ആണ് ടോട്ടൽ. The market price of equity share 50 ആണ്. Expected that the company will pay next year a dividend of 5 rupees per share, which will grow at 7% forever. Assume 30% income tax rate. You are required to compute weighted average cost of capital using market value weight. Okay. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സോഴ്സസ് കോസ്റ്റ്, വെയിറ്റ്, മാർക്കറ്റ് വാല്യൂ. ഇത് ഞാനിപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യാണ് നമുക്ക് മാർക്കറ്റ് വാല്യൂ വെയിറ്റേജ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. മാർക്കറ്റ് വാല്യൂ, ദെൻ മാർക്കറ്റ് വാല്യൂ വെയിറ്റ്, കോസ്റ്റ്, വെയിറ്റേജ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? മാർക്കറ്റ് വാല്യൂ വേണം. തന്നിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങ് ചെയ്യാം. ഇത് മാർക്കറ്റ് വാല്യൂ തരാത്തതുകൊണ്ട് അത് കണ്ടുപിടിച്ചിട്ട് വേണം വെയിറ്റേജ് കാണാനായിട്ട്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ, ദെൻ മാർക്കറ്റ് വാല്യൂ വെയിറ്റ്, ദെൻ കോസ്റ്റിനെ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, വെയിറ്റഡ് കോസ്റ്റ്. ഓക്കെ, ഇത്രയും കിട്ടി. നമുക്ക് നോക്കാം സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. സോഴ്സസ് ഇക്വിറ്റി ഉണ്ട്, ഇക്വിറ്റി, റിസർവ്. റിസർവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്? അത് ഇക്വിറ്റി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഒറ്റ ഹെഡിൽ കൊള്ളിക്കാം. കാരണം ഇപ്പോൾ ഇക്വിറ്റിക്ക് റിസർവിന് വെവ്വേറെ റിട്ടേൺ ഏണിങ്സ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് റിസർവിന് റിട്ടേൺ ഏണിങ്സ് പറയാം. പക്ഷെ ഇവിടെ എന്താണ്, വേറെ പ്രത്യേകിച്ച് ഇഷ്യൂ കോസ്റ്റുകളോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് രണ്ട് റിസർവ് സർപ്ലസിന് നമുക്ക് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, ഇക്വിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. കാരണം ഈ മാർക്കറ്റ് വാല്യൂ കാണുമ്പോൾ ഷെയറിന് ഒരു മാർക്കറ്റ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അല്ലാണ്ട് ഷെയർ ക്യാപിറ്റൽ ഇത്ര, പ്രീമിയത്തിന് ഇത്ര, റിസർവിന് ഇത്ര, അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഷെയർ വാല്യൂ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ കാണുമ്പോൾ ഇതിന് പ്രത്യേകതയായിട്ട്, അതായത് റിസർവ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല. മാർക്കറ്റ് വാല്യൂ ഒറ്റ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇവിടെ ഈ ബുക്ക് വാല്യൂ 20 lakhs ആണ്. ബുക്ക് വാല്യൂ ഉണ്ടാവും. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakhs, റിസർവ് 10 lakhs, അങ്ങനെ 20 lakhs. എന്നാൽ അതിന്റെ ബുക്ക് മാർക്കറ്റ് വാല്യൂ നോക്കിയേ, എത്ര ഷെയറാ? 1 lakh അല്ലേ. 1 lakh ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എത്ര? 1 lakh ഇൻറ്റു 50 = 50 lakhs ആണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് എടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് ആദ്യമുള്ളത് ഇക്വിറ്റി. ഓക്കെ, ആദ്യമുള്ളത് ഇക്വിറ്റി. പിന്നെ എന്താണ്? 12% പ്രിഫറൻസ് ഷെയർ. പിന്നെന്താ? 9% ഡിവഞ്ചർ. 9% ഡിവഞ്ചർ. ഓക്കെ, കോസ്റ്റ് കണ്ടുപിടിക്കാം. കോസ്റ്റ് നമുക്ക് തന്നിട്ടില്ല, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടില്ല. പക്ഷെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, ഡിവിഡൻഡ് ഉണ്ട്, ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? നമുക്ക് നമ്മുടെ ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ് ഉപയോഗിക്കാം. ഏതാണ്? KE = കോസ്റ്റ് ഓഫ് ഇക്വിറ്റി = D1/NP + G. അല്ല, ഇപ്പോൾ D1 എത്രയാ? D1 നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. D1 എത്രയാ നോക്കിയേ? D1 ആണ് D1. നെക്സ്റ്റ് ഡിവിഡൻഡ് 5 / NP. ഇവിടെ ഫ്ലോട്ടേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ നമുക്ക് NP ആയിട്ട് എടുക്കാം. മാർക്കറ്റ് പ്രൈസ് 50 പ്ലസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 7%. ഓക്കെ, അത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 50/5/50%, 10% പ്ലസ് 7, 17%. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 17% ആണ് അല്ലേ. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 17% ആണ്. ഡിബഞ്ചർ വേറെ പ്രത്യേകിച്ചൊന്നും, അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് ഷെയർ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താ തന്നെ അസ്യൂം ചെയ്യാം?
അതിൻ്റെ തന്നിരിക്കുന്ന ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന എന്തിലാണെന്ന് തന്നെ മനസ്സിലാക്കാം. ഫേസ് വാല്യൂ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ആയിട്ട് എന്ത് തന്നെ എടുക്കാം, 12 തന്നെ എടുക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലല്ലോ. നമ്മുടെ ഇക്വേഷൻ D/NP ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 12% തന്നെ എടുക്കാം. ഡിബഞ്ചർ 9 ആണ്, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ബട്ട് 9 നമുക്ക് എന്ത് ടാക്സ്, ഇത് മറക്കരുത്, എന്ത് പോവും, ടാക്സ് പോവും. അപ്പം 9 × 1 - ടാക്സ് എത്രയാണ് നോക്കിയേ, 0.3 അല്ലെ, 0.3 30%. അപ്പോൾ അത് എത്ര വരും നോക്കിയേ, ഈക്വൽ ടു 9 × 0.7 = 6.3. 6.3% ആണ് അതിൻ്റെ ഡിബഞ്ചറിൻ്റെ വരുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇക്വിറ്റിയുടെ 17%, പ്രിഫറൻസ് ഷെയർ വേറെ ഒന്നും പറയാത്തതുകൊണ്ട് 12 തന്നെ, ഡിബഞ്ചർ വേറെ ഒന്നും പറയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്താ I × 1 - അല്ലെങ്കിൽ NP × 1 - T, I × 1 - T/NP, അതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷേ ഇവിടെ അതൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ടാക്സ് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ 6.3 കിട്ടി. മാർക്കറ്റ് വാല്യൂ വെയിറ്റേജ് ആണ് വേണ്ടത്, പക്ഷേ വെയിറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് വാല്യൂ എടുക്കാം അല്ലെ. മാർക്കറ്റ് വാല്യൂ എങ്ങനെ എടുക്കാം, 1,00,000 ഷെയർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ, 1 lakh × 50, 50 ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നുണ്ട്, മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ നമുക്ക് വെയിറ്റ് ആണ് വേണ്ടത്, 50 lakhs എടുക്കാം. ഓക്കെ, പിന്നെ പ്രിഫറൻസ് ഷെയർ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് ബുക്ക് വാല്യൂ തന്നെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം. 5 lakhs ആണ്, 5 lakhs. ഡിബഞ്ചറും വേറെ ഒന്നും പറയാത്തതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ തന്നെയാണ്, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ തന്നെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം, 15 lakh. ടോട്ടൽ എത്രയാണെന്ന് നോക്കിയേ, ടോട്ടൽ ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്യാം. 55, 5, 50 + 5, 55 + 15 എത്ര വരും, 70 lakhs ആണ്. then ഇതിൻ്റെ വെയിറ്റേജ് നോക്കാം. ടോട്ടൽ 70 ലക്ഷം അല്ലേ, അതിൽ 50 ലക്ഷമാണ് ഇക്വിറ്റിയുടെ. അപ്പോൾ എത്രയാ, 50 ÷ 70 എത്ര വരും, പോയിന്റ് വെയിറ്റ് എത്ര വരും, 0.7142. ഓക്കെ, ഇതിൻ്റെ ആണെങ്കിലോ 5 lakhs ÷ 70 lakh എത്ര വരും, 0.0714. അടുത്തത് 15 lakh, 15 ÷ 70 എത്ര വരും, 0.2142 അല്ല. ഇനിയിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓരോ മാർക്കറ്റ് വാല്യൂവിനെ അതിൻ്റെ വെയിറ്റേജ് വെച്ച് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക അല്ലേ. ജസ്റ്റ് മൾട്ടിപ്ലൈ ആഡ് ചെയ്ത് കോസ്റ്റ് എടുക്കുക, അതിനെ വെയിറ്റേജ് വെച്ച് കോസ്റ്റ് അല്ലേ, ഇവിടെ വെയിറ്റഡ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, കോസ്റ്റിനെ എന്ത് ചെയ്യുക, കോസ്റ്റ് ഇൻറ്റു വെയിറ്റ്. ഓക്കെ, എത്രയാന്ന് നോക്കിയാൽ 17 × 0.7142. അപ്പോൾ എത്ര വരും, 12.14. അടുത്ത് 12 × 0.0714 അപ്പോൾ എത്രയായി, 0.8568. അടുത്ത് 6.3 × 0.2142 അല്ല, എത്രയാ, 1.3494 അല്ലെ. എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12.14 + 0.8568 + 1.3494 = 14.34%. ചെക്ക് ചെയ്യാൻ കറക്റ്റ് ആണോന്ന്, 14.3435 കുഴപ്പമില്ല, ഓൾമോസ്റ്റ് സെയിം തന്നെ, 14.34 അല്ലെങ്കിൽ 35. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് കാണുക, വെയിറ്റേജ് കാണുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. 26. എ ലിമിറ്റഡ് ആസ് എ ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻ ലാക്സിലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അപ്പോൾ 10 lakh ഷെയർസ് ഉണ്ട്. 12% പ്രിഫറൻസ് ഷെയർ 10,000 ഷെയർ ഉണ്ട്. റീറ്റെയിൻ ഏണിങ്സ്, ഇവിടെ റീറ്റെയിൻ ഏണിങ്സ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളിത് കാണണം.
120 lakhs ഉണ്ട്. 14% ഡിബഞ്ചർ 70,000 ഡിബഞ്ചർ ഉണ്ട്, 70 lakhs ആണ് വാല്യൂ. 14% ലോൺ ഉണ്ട്, അപ്പോൾ അതൊരു 100 lakhs ഉണ്ട്. അങ്ങനെ 400 lakhs ആണ് നമ്മുടെ ബുക്ക് വാല്യൂ. ഓക്കെ, ദ മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ 25. The next expected dividend per share 2 and is expected to grow at 8%. Preference shares are redeemable after 7 years at par and currently quoted at 75 per share. Debentures are redeemable after 6 years at par and their current market value 90 per share. Tax rate applicable 50%. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതേ ഫോർമാറ്റിലേക്ക് തന്നെ വരാം. എന്തൊക്കെയാണ് വേണ്ടത്? ഓക്കെ, ഇവിടെ ഇന്നതിൽ കാണാൻ പറയുന്നില്ല, നമുക്ക് രണ്ടിലും ചെയ്യാം, ബുക്ക് വാല്യൂലും ചെയ്യാം, മാർക്കറ്റ് വാല്യൂലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബുക്ക് വാല്യൂല് ചെയ്യാം. അത് നമുക്ക് ബുക്ക് വാല്യൂ, ബുക്ക് വാല്യൂ വെയിറ്റ്. ഓക്കെ, എന്തൊക്കെയാ ഉള്ളത്? ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഡിബഞ്ചർ, 14% ലോൺ. ഓക്കെ, ഇക്വിറ്റി ഷെയർ, ദെൻ അടുത്തായിട്ട് 12% പ്രിഫറൻസ് ഷെയർ, റീറ്റെയിൻഡ് ഏർണിങ്സ്, 14% ഡിബഞ്ചേഴ്സ്. അടുത്ത് 14% ലോൺ, അത് ഡെപ്റ്റ് തന്നെയാണ്, ടേം ലോൺ, ലോങ് ടേം ലോൺ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. കോസ്റ്റ് കണ്ടുപിടിക്കുക, ഓരോന്നിന്റെ കോസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇക്വിറ്റിയുടെ ആദ്യം കാണാം. ഇക്വിറ്റിയുടെ പറയുന്നത് എന്താ? 225 മാർക്കറ്റ് വാല്യൂ. നെക്സ്റ്റ് ഡിവിഡൻഡ് 2 ആണ്. എക്സ്പെക്ടഡ് ടു ഗ്രോ അറ്റ് 8% അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഡിവിഡൻഡ് D1 തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ്? എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. എന്താണ് D1? 2/NP. ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും പറയാത്തതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ എടുക്കാം. 25 പ്ലസ് G 8 അല്ലേ. അപ്പോൾ എത്ര വരും നോക്കിയേ? 2/25% പ്ലസ് 8 അല്ലേ. അപ്പോൾ 16%. 16% ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇഷ്യൂ കോസ്റ്റ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. ഇഷ്യൂ കോസ്റ്റ് ഉണ്ടെങ്കിലാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സും വ്യത്യാസം വരുള്ളൂ. ഇവിടെ എന്തില്ല? ഇഷ്യൂ കോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സും എന്താണ്? സെയിം ആയിട്ട് അസ്യൂം ചെയ്യാം അല്ലേ. അപ്പൊ എന്താ? ഇക്വിറ്റി ഷെയർ 16, റിട്ടേൺ ഏർണിങ്സ് ഏത് നമുക്ക് അസ്യൂം ചെയ്യാം? 16 ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് പ്രിഫറൻസ് ഷെയർ കാണണം. എന്താ പറയുന്നത്? ദ പ്രിഫറൻസ് ഷെയർസ് ആർ റെഡീമബിൾ. അപ്പൊ റെഡീമബിൾ ആ ആഫ്റ്റർ 7 years അറ്റ് പാർ. അറ്റ് പാർ എന്നാണ്, അറ്റ് പാർ. അത് കറന്റ്ലി കോട്ടഡ് അറ്റ് 75 പെർ ഷെയർ. നമ്മുടെ ഇക്വേഷൻ എന്താ? ഡിവിഡൻഡ് പ്ലസ്, ഡിവിഡൻഡ് ടാക്സ് ഒന്നും പറയുന്നില്ലല്ലോ. ഡിവിഡൻഡ് പ്ലസ് RV മൈനസ് റിഡംഷൻ വാല്യൂ മൈനസ് NP നെറ്റ് പ്രൊസീഡ്സ് ബൈ N all divided by RV plus NP by 2 അല്ലേ. അപ്പൊ എത്ര ഡിവിഡൻഡ് എത്രയാ നോക്കിയേ? ഡിവിഡൻഡ് അറിയണമെങ്കിൽ ഫേസ് വാല്യൂ അറിയണ്ടേ? ഇവിടെ എത്രയാ നോക്കിയേ? 10 lakhs ആണ് അല്ലേ. 10 lakhs ആണ് ഇതിന്റെ വാല്യൂ. 10 lakhs ഡിവൈഡഡ് ബൈ 10,000. അപ്പൊ ഫേസ് വാല്യൂ എത്രയാ? ശ്രദ്ധിച്ചേ, ഫേസ് വാല്യൂ എത്രയാ? 100 ആണ്. ഫേസ് വാല്യൂ 100 പെർ പ്രിഫറൻസ് ഷെയർ. എല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടോ, നമുക്കത് പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂലാണ് നമ്മൾ കാണുന്നത്. ഫേസ് വാല്യൂ ഇവിടെ തന്നിട്ടില്ല, ഈസിയാണ് കണ്ടുപിടിക്കാൻ. ടോട്ടൽ വാല്യൂ 10 lakhs ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് 10,000 ആ. അപ്പൊ എത്രയാ? 100 ആയിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ നമ്മുടെ ഡിവിഡൻഡ് എത്ര വരും? 12% ആണ് അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 12%, 12 പ്ലസ്
റെഡീമബിൾ അറ്റ് പാർ എന്നല്ലേ പറയുന്നത്, റെഡീമബിൾ അറ്റ് പാർ അല്ല, റെഡീമബിൾ അറ്റ് പാർ എത്ര തന്നെ 100 തന്നെ മൈനസ് ഇപ്പൊ വിൽക്കുന്നത് എത്രയാ, കറന്റ്ലി കോട്ടഡ് അറ്റ് 75 അല്ലേ, ഡിവൈഡഡ് ബൈ എത്ര ഇയർ, 7 ഇയർ. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, 100 പ്ലസ് 75 ബൈ 2. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാം. 12 ഡിവിഡൻഡ് പ്ലസ് 100 മൈനസ് 75 ബൈ 7. അപ്പോൾ ഇത് വരും 25 ബൈ 7 ഈക്വൽ ടു 3.57 അല്ലേ. അപ്പോൾ എത്ര വരും, പ്ലസ് 12 15.57 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാ, 100 പ്ലസ് 75 ബൈ 2. അപ്പോൾ എത്ര ഒരു 87.50 ഇൻറ്റു 100 15.57 ഡിവൈഡഡ് ബൈ 87.5 ഇൻറ്റു 100 ഈക്വൽ ടു എത്രയാ, 17.79% വരും. നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. 17.79. ഓക്കെ, റൗണ്ട് ചെയ്തിട്ട് 17.8 എന്ന് എഴുതാം കേട്ടോ. 7 നമ്മൾ കണ്ടുപിടിച്ച് തന്നെ 17.8 അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു. പ്രിഫറൻസ് ഷെയർ 17.8. ഓക്കെ, ഇനി ഡിബഞ്ചർ ആണ്. ഡിബഞ്ചറിന്റെ എന്താ പറയുന്നത് നോക്കാം. ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 6 ഇയർ. ഇത് പഴയ മെറ്റീരിയൽ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് തെറ്റുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. 6 ഇയർ അറ്റ് പാർ ആൻഡ് ദെയർ കറണ്ട് മാർക്കറ്റ് വാല്യൂ 90 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം എത്ര ഷെയർ, എത്ര ഉണ്ട് ഫേസ് വാല്യൂ കാണണ്ടേ. 14% അല്ലേ ഇൻട്രസ്റ്റ്, എത്രയുണ്ടെന്ന് നോക്കാം. 70 lakhs. 70 lakhs ഡിവൈഡ് ബൈ 70,000. അപ്പോൾ നമ്മുടെ ഇവിടെയും ഫേസ് വാല്യൂ എന്ത് തന്നെയായിരിക്കും, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഈക്വൽ ടു 100 പെർ ഡിബഞ്ചർ കണ്ടോ. കിട്ടാത്തൊരു മനസ്സിലാക്കുക, ബുക്ക് വാല്യൂവിനെ നമ്പർ ഓഫ് ഡിബഞ്ചർ വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്തായി, നമ്മുടെ ഫേസ് വാല്യൂ ആയി അല്ലേ. അപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ടാക്സ് റേറ്റ് 50 ആണ് നമുക്കറിയാം. വേണ്ട, ഇവിടെ ടാക്സ് വേണം. ഇവിടെ ഇക്വേഷൻ എന്താ ഓർക്കുന്നില്ല, ഇവിടുത്തെ ഇക്വേഷൻ എന്താ, ഇവിടുത്തെ ഇക്വേഷൻ വരുമ്പോൾ ഇൻട്രസ്റ്റ് പ്ലസ് RV മൈനസ് NP by N all divided by RV plus NP by 2. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ നമ്മൾ എന്ത് എടുത്തിട്ടില്ല, ടാക്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു 2 രീതിയിൽ ടാക്സ് എടുക്കാം അല്ലെ. എവിടെയൊക്കെ എടുക്കാം, ഇതുണ്ടോ, വേണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിന് മാത്രമായിട്ട് എടുക്കാം. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - T. അപ്പോഴൊക്കെ നമ്മൾ എടുത്താൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - T. നമ്മളൊരു ഇക്വേഷൻ കൂടെ പറഞ്ഞില്ലേ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് 1 - T എടുക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ആൻസർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എടുക്കാത്തത്. ഇവിടെ നിങ്ങളിപ്പോൾ അറിയാതെ 1 - T എടുത്തു, എന്നാലും കുഴപ്പമില്ല, അത് ശരിയാണ്, അങ്ങനെ തന്നെ ചെയ്താൽ മതി. കാരണം ഇതിനകത്ത് എടുത്ത് പറയുന്നൊന്നുമില്ല ഇങ്ങനെ ചെയ്യണമെന്ന്. മെറ്റീരിയൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ, വേറെ ഇഷ്യൂ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോ. അപ്പോൾ 1 - T ഞാൻ കോമൺ ആയിട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, വേറെ ഇഷ്യൂ ഒന്നുമില്ല, അത് പേടിക്കണ്ട. ഈ പറഞ്ഞാൽ മാത്രം അങ്ങനെ എടുത്താൽ മതി, പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ ആൻസർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് എടുത്തു. നിങ്ങൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - T എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ 14% ആണ്. ഇൻട്രസ്റ്റ് എത്ര വരും, 14 പ്ലസ് റിഡംഷൻ വാല്യൂ റെഡീമബിൾ അറ്റ് പാർ എന്ന് പറയുന്നുണ്ട് 100 മൈനസ് കറണ്ട് പ്രൈസ് എത്രയാ ക്വസ്റ്റ്യനിൽ പറയണേന്ന് നോക്കിയേ, 90ക്കാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. 90 എത്ര ഇയർ ആണ്, ഡിവൈഡഡ് ബൈ 6 ഇയർ എന്നല്ലേ പറയുന്നത്, ഡിവൈഡ് ബൈ 6 ഇയേഴ്സ് അല്ലേ, 6 ഇയേഴ്സ്. അപ്പോൾ ഡിവൈഡ് ബൈ 6 തീർന്നിട്ടില്ല, 1 മൈനസ് 0.50. ഓക്കെ, ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 100
100 plus 90/2. ഓക്കെ, ഇപ്പൊ എത്രയാ നോക്കിയേ? 14 plus 100 minus 90/6 അല്ല, അപ്പൊ എത്ര വരും? 1.66 ഇൻറ്റു 1 മൈനസ് 0.5. ഓക്കെ, അപ്പൊ എത്ര വരും നോക്കിയേ? നമുക്ക് 14 പ്ലസ് 1.66 ഇൻറ്റു 0.5 ഈക്വൽ ടു 7.83 വരും. ഡിവൈഡഡ് ബൈ 100 പ്ലസ് 90/2 ഈക്വൽ ടു 95 വരും. ഓക്കെ, 95 ഇൻറ്റു 100 അല്ലേ? 7.83 ഡിവൈഡഡ് ബൈ 95 ഇൻറ്റു 100. അപ്പോ 8.24 റൗണ്ട് ചെയ്ത് 25 എന്ന് എഴുതാം. 25%. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞു. നമ്മളുടെ ഡിബഞ്ചറിന്റെ കോസ്റ്റ് 8.25%. ലോൺ വേറെ പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല, കാരണം ലോണിന് ഫേസ് അവിടെ മാർക്കറ്റ് വാല്യൂ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. പിന്നെ ലോൺ എന്ന് പറയുന്നത് ഡെപ്റ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ടാക്സ് സേവിങ്സ് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 14 ഇൻറ്റു 1 മൈനസ് ടി ചെയ്യാം. 50% ആണ്, നമുക്ക് 7% ആണ് ആഫ്റ്റർ ടാക്സ് വരുന്നത്. ഇനി നമ്മൾ ബുക്ക് വാല്യൂ കാണാൻ പോവാണ്. ബുക്ക് വാല്യൂല് കാണാം, മാർക്കറ്റ് വാല്യൂലും കാണാം. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നിട്ടുണ്ട്, അത് അതേപടി അങ്ങ് നോട്ട് ചെയ്താൽ മതി. ഇതാണ് ബുക്ക് വാല്യൂസ്. നോക്കാം. ഇതിന്റെ 100 ബുക്ക് വാല്യൂ 100, then 10, then റിട്ടേൺ ഏർണിങ്സിന്റെ 120, ഡിബഞ്ചർ 70 ആൻഡ് 100. ലോൺ 100, എല്ലാം ലാക്സിലാണ്. എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും നോക്കാം. 100 പ്ലസ് 10 പ്ലസ് 120 പ്ലസ് 70 പ്ലസ് 100 ഈക്വൽ ടു 400 വരും. ആകെ നമുക്ക് 400 വരും. ദെൻ അതിന്റെ വെയിറ്റേജ് കാണാം. ബുക്ക് വാല്യൂ വെയിറ്റേജ് കണ്ടു നോക്കാം. 100 ഡിവൈഡ് ബൈ 400 എത്ര വരും? 0.25. ഇത് 0.25. ദെൻ 10 ഡിവൈഡഡ് ബൈ 400 0.025 വരും. ദെൻ 120 ഡിവൈഡഡ് ബൈ 400 എത്ര വരും? 0.30. 70 ഡിവൈഡ് ബൈ 400 0.175. 100 ബൈ 400 സെയിം തന്നെ വരും, 0.25 തന്നെ വരും. എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 100 ആയിരിക്കണം. 0.25 പ്ലസ് 0.025 പ്ലസ് 0.3 പ്ലസ് 0.175 പ്ലസ് 0.25 ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഓക്കെ ആണ്. ഇനി എന്താണ്? ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇല്ലേ, കോസ്റ്റിനെ വെയിറ്റേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരെണ്ണം ഞാൻ ചെയ്യാം, ബാക്കി നിങ്ങൾ തനിയെ ട്രൈ ചെയ്യണം. 16 ഇൻറ്റു 0.25 എത്ര വരും? 4%. അങ്ങനെ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. അടുത്ത എത്രയാ? 17.8 ഇൻറ്റു 0.025 16 ഇൻറ്റു 0.3 8.25 ഇൻറ്റു 0.175 7 ഇൻറ്റു 0.25 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 16 ഇൻറ്റു 0.25 17.8 ഇൻറ്റു 0.025 16 ഇൻറ്റു 0.3 8.25 ഇൻറ്റു 0.175 7 ഇൻറ്റു 0.25 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12.43 ചെക്ക് ചെയ്യാം. യെസ്, 12.43. അപ്പോൾ ഇത് 12.43. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓവറോൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് 12.43%. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക, ഓരോന്നിന്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുക. ബുക്ക് വാല്യൂ ആണ്, അതിന്റെ വെയിറ്റേജ് ഇവിടെ തന്നെ എഴുതണമെന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് എഴുതി ബുക്ക് വാല്യൂ വെയിറ്റേജ് കാണാം, മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും റിട്ടേൺ ഏർണിംഗും സെയിം ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ചേഞ്ച് വരും. കാരണം എന്താണ്? അവിടെ നമ്മൾ കാണുമ്പോൾ NP ആണ് എടുക്കുന്നത്, നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസിൽ നിന്ന്
നമ്മളുടെ ഇഷ്യൂ കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് ബുക്ക് വാല്യൂ വെയിറ്റ്. അടുത്ത നമുക്ക് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് കാണാം. മാർക്കറ്റ് വാല്യൂ വെയിറ്റ് കാണുമ്പോൾ നമ്മൾ ബുക്ക് വാല്യൂവിന് പകരം മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ബാക്കി കോസ്റ്റുകളെല്ലാം സെയിം തന്നെയാണ്, അതുകൊണ്ട് കോസ്റ്റ് ചെയ്യാൻ കളയുകയാണ്. കോസ്റ്റുകൾ സെയിം ആണ്. നമ്മുടെ ബുക്ക് വാല്യൂ മാറും, കോസ്റ്റുകൾ സെയിം ആയിരിക്കും. ബുക്ക് വാല്യൂ മാറുമ്പോൾ അതിന്റെ വെയിറ്റേജ് മാറും. ബുക്ക് വാല്യൂന് വരെ നമുക്ക് എന്ത് എഴുതാം? മാർക്കറ്റ് വാല്യൂ എന്ന് എഴുതാം. സോ മാർക്കറ്റ് വാല്യൂ വെയിറ്റേജ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് പറയുന്നുണ്ട് എത്രയാണ്? 10 lakh ഷെയർസ്. കണ്ടോ, ഒരു ഷെയറിന്റെ വില എന്ന് പറയുന്നത് 25 ആണെന്ന് താഴെ പറയുന്നുണ്ട്. അപ്പോൾ 10 lakhs ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 2,50 lakhs. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഷെയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 250 lakhs. ഓക്കെ, 250 lakhs. 250 lakhs ശ്രദ്ധിക്കുക, ഇവിടെ ഇക്വിറ്റി ഉണ്ട്, റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ട്. റീറ്റെയിൻ ഏർണിങ്സിന് സെപ്പറേറ്റ് ആയിട്ടൊരു മാർക്കറ്റ് വാല്യൂ ഇല്ല. ശ്രദ്ധിക്കുക, ഓരോന്നിനും മാർക്കറ്റ് വാല്യൂ ഇല്ല. ഇക്വിറ്റി, റീറ്റെയിൻ ഏർണിങ്സ് പാർട്ട് ഓഫ് ഇക്വിറ്റി അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂല് റീറ്റെയിൻ ഏർണിങ്സിന്റെ വാല്യൂവും ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അതായത് എന്ത് റേഷ്യോ സ്പ്ലിറ്റ് ചെയ്യണം? ഈ ബുക്ക് വാല്യൂല് സ്പ്ലിറ്റ് ചെയ്യണം. ബുക്ക് വാല്യൂ എത്രയാ? ഇക്വിറ്റി 100, റീറ്റെയിൻ ഏർണിങ്സ് 120. അപ്പൊ നമ്മൾ 100 പ്ലസ് 120 220 അല്ലേ. സോ ഈ 250 lakhs ഡിവൈഡഡ് ബൈ 220 ഇൻറ്റു 100 ചെയ്താൽ ഇക്വിറ്റിന്റെ മാർക്കറ്റ് വാല്യൂ ആയി. ഓക്കെ, ഡിവൈഡ് ബൈ 220 ഇൻറ്റു 120 ചെയ്താൽ റീറ്റെയിൻ ഏർണിങ്സിന്റെ മാർക്കറ്റ് വാല്യൂ ആയി. എത്രയാ നോക്കാം? 250 lakh ഡിവൈഡഡ് ബൈ 220 ഇൻറ്റു 100. അപ്പൊ എത്ര വരും? 113.63 lakhs വരും. അപ്പൊ അടുത്ത് നോക്കാം, അല്ലെങ്കിൽ -250 ചെയ്താൽ മതി. ബാക്കി വരുമ്പോ 136.3636 വരും ഇതിന്റെ മാർക്കറ്റ് വാല്യൂ. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. എത്രയാ? ലാക്സിലാണ്. 113.63 lakhs. റീറ്റെയിൻ ഏർണിങ്സ് ആണെങ്കിലോ 136.3636 ഇത്ര വരും. പ്രിഫറൻസ് ഷെയർ എങ്ങനെയാ കാണുന്നത് നോക്കാം. പ്രിഫറൻസ് ഷെയർ 10,000 ആണെന്ന് പറയുന്നുണ്ട്. 10,000 ഷെയർസ് ഉണ്ട്. പ്രൈസ് എന്താണെന്ന് താഴെ പറയുന്നുണ്ടല്ലോ. പ്രിഫറൻസ് ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 75 ആണ്. ഇൻറ്റു 75 അപ്പൊ എത്ര വരും? 7,50,000. 7.5 lakhs വരും. ഡിബഞ്ചേഴ്സ് എത്രയാ നോക്കിയേ. ഡിബഞ്ചർ 70,000 ഡിബഞ്ചർ ഉണ്ട്. ഇൻറ്റു 90 ആണ്. അപ്പൊ എത്ര വരും? 63 lakhs വരും. ഓക്കെ, ലോണ് വർത്തിച്ചില്ല. ലോണിന്റെ മാർക്കറ്റ് വാല്യൂ വ്യത്യാസമില്ല, കാരണം അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. ബുക്ക് സെയിം തന്നെയാണ്. ബുക്ക് വാല്യൂ തന്നെ നമുക്ക് മാർക്കറ്റ് വാല്യൂ ആയിട്ട് എടുക്കാം. 100 ആണ്. 100 lakhs. ഓക്കെ, നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ അത് രണ്ടും കൂടെ 250 നമുക്ക് അറിയാലോ. ഇക്വിറ്റിയും ഇതുകൊണ്ട് 250 ആണ്. പ്ലസ് 7.5 പ്ലസ് 63 പ്ലസ് 100 ഏതാണ്ട് 420 വരും. 420.5 lakhs വരും ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. വെയിറ്റേജ് കാണാം അല്ലെ. എങ്ങനെയാ? 113.6363 ഡിവൈഡഡ് ബൈ 420.5 എത്ര വരും? 0.2702 വരും. 7.5 ഡിവൈഡഡ് ബൈ 420.5 എത്ര വരും? 0.0178 വരും.
136.3636 divided by 420.5 എത്ര വരും? 0.3242 വരും. അടുത്ത് 63 divided by 420.5 0.1498 വരും. 100 divided by 420.5 എത്ര വരും? 0.2378 വരും. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 0.2702 പ്ലസ് 0.0178 പ്ലസ് 0.3242 പ്ലസ് 0.1498 പ്ലസ് 0.2378. അപ്പോൾ ഏതാണ്ട് റൗണ്ട് ചെയ്യുന്നതിൻ്റെയാണ്. ഏതാണ്ട് ഓൾമോസ്റ്റ് 1 തന്നെ വരും. 113.6363 ഡിവൈഡ് ബൈ 420.5 0.2702 വരുന്നുണ്ട്. 7.5 ഡിവൈഡഡ് ബൈ 420.5 അപ്പോൾ 0.0178 വരുന്നുണ്ട്. ദെൻ 136.3636 ഡിവൈഡ് ബൈ 420.5 0.3242 വരുന്നുണ്ട്. 63 ഡിവൈഡഡ് ബൈ 420.5 1498 വരുന്നുണ്ട്. 100 ഡിവൈഡഡ് ബൈ 420.5 0.2378 വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് റൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കൂടുതൽ എടുത്തതിൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഓരോന്ന് നമുക്ക് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം, അല്ലെ? ഓരോന്നിനെ മൾട്ടിപ്ലൈ നമുക്ക് ആഡ് ചെയ്യാം. എത്ര വരും നോക്കിയേ? 16 കോസ്റ്റ് ഇൻറ്റു 8 കേട്ടോ. 16 ഇൻറ്റു 0.2702 0.2702 ഈക്വൽ ടു 4.32% വരും. ഇങ്ങനെ ഓരോന്ന് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. അടുത്ത 17.8 ഇൻറ്റു 0.0178 16 ഇൻറ്റു 0.3242 8.25 ഇൻറ്റു 0.1498 7 ഇൻറ്റു 16 ഇൻറ്റു 0.2702 ഒന്നും കൂടെ ചെയ്യാം. 4.32 ദെൻ 17.8 ഇൻറ്റു 0.0178 16 ഇൻറ്റു 0.3242 8.25 ഇൻറ്റു 0.1498 7 ഇൻറ്റു 0.2378 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് 12 എല്ലാം കൂടെ ആഡ് ചെയ്യുക 12.72% വരും. ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 12.75 ആണ്. അത് കുറച്ച് റൗണ്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും. നമുക്ക് കിട്ടിയത് 12.72% ആണ്. ചെറിയ വ്യത്യാസം. അത് നിങ്ങൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുമല്ലോ. 4 പോയിന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 0.27 നമ്മൾ 0 സംതിങ് കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. ഓരോ നമ്മൾ ചെറിയ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ചേഞ്ച് വരുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. എന്തായാലും കറക്റ്റായിട്ട് കിട്ടില്ല, കാരണം നമ്മൾ റൗണ്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് കിട്ടില്ല. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് 2 രീതിയിൽ കാണാം. ബുക്ക് വാല്യൂവിൽ കാണാം, മാർക്കറ്റ് വാല്യൂവിൽ കാണാം. ബുക്ക് വാല്യൂ വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ഷെയർ കണ്ടുപിടിക്കാൻ പറ്റും. ആ നമ്പർ ഓഫ് ഷെയറിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മാർക്കറ്റ് വാല്യൂ ആയി മാറും. ആ 2 വെയിറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സും എപ്പോഴും സെയിം ആണ് നിർബന്ധമില്ല. ഇഷ്യൂ കോസ്റ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ കാണുമ്പോൾ രണ്ടിനെയും നമുക്ക് മാർക്കറ്റ് വാല്യൂ ഇക്വിറ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ റിട്ടേൺ ഏർണിങ്സിന് കൂടി ഇൻക്ലൂഡഡ് ആണ്. നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ബുക്ക് വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ്. അടുത്ത് നമുക്ക് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കാം. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including all India ranks. Vishwas, the best option for CA and CMA.